തങ്ങളുടെ ചോദ്യം ചോദിക്കാം. അപ്പോൾ ആരോടാണ് ചോദ്യം? ഓണാണ് സംസാരിച്ചോളൂ. എനിക്ക് ആദ്യ ചോദ്യം ചോദിക്കേണ്ടത് ശ്രീ ബാലമുരളിയോടാണ്. 10 വർഷത്തിന് ശേഷം ഇന്ത്യ അങ്ങ് മാറിയെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ 15 ലക്ഷം ഈ രാജ്യത്തെ ഒരാളുടെ അക്കൗണ്ടിലേക്കും വന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. 110 രൂപയായി പെട്രോളിന്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ GST കൊണ്ടുവന്നു. സംസ്ഥാനങ്ങളെ നടുവൊടിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന പണം നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഈ രാജ്യത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ 10 വർഷത്തിന് ഇപ്പുറമുള്ള ഈ ഇന്ത്യക്ക് അകത്തുള്ള നിങ്ങളുടെ സംഭാവന എന്ന് പറയുന്നത്. എന്തെങ്കിലും ജനക്ഷേമകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്തോ എന്നുള്ളത് നിങ്ങളിവിടെ പറയണം. 2, മുരളീധരൻ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞു. 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ഈ നാടിന് വേണ്ടി ചെയ്തോ എന്ന് ഒന്ന് തുറന്ന് പറയണം. അതാണ് എൻ്റെ ചോദ്യം. ഈ 5 വർഷക്കാലം മുരളീധരൻ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി ഇന്ത്യയുടെ മന്ത്രി എന്നുള്ള നിലയിൽ, കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഒന്ന് പറയണം. 2, ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ശ്രീ ശബരിനാഥിനോടാണ് ഉള്ള എൻ്റെ ചോദ്യം. ഈ 5 വർഷക്കാലം ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇതെൻ്റെ വാക്കല്ല. പ്രദേശത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ചോദിക്കുന്നു, ഇങ്ങനെ ഒരാളെ അറിയില്ല. അത് വേറെ ഒന്നും വേണ്ട. ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലത്തിലൊന്ന് വർക്കല. ഈ വർക്കല അസംബ്ലി മണ്ഡലത്തിനകത്തുള്ള പഞ്ചായത്തുകളുടെ പേര് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഒരു MP ഇങ്ങനെ ഒരു മണ്ഡലത്തെ ഈ രീതിയിൽ ആക്ഷേപിച്ചു എന്നതുകൂടി പറയണം. ശരി, അപ്പോൾ ആ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടി അതിനുശേഷം ഞാൻ അടുത്ത വോട്ടർമാരിലേക്ക്. പെട്രോൾ ഡീസൽ വില ഇന്ന് നമ്മൾ ഈ ഭൂമിശാസ്ത്രപരമായി കേരളത്തിനകത്ത് കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട് മാഹിയിലെ ഇന്നത്തെ പെട്രോൾ വില 91 രൂപ 87 പൈസയാണ്. കേരളത്തിൽ 107 രൂപ. ഞാൻ പറഞ്ഞു വരികയാണ്, അതിലേക്കാണ് വരുന്നത്. ഇന്നത്തെ വില 107 രൂപ 35 പൈസയാണ് കേരളത്തിലെ പെട്രോളിന്റെ വില. ആദ്യം മാന്യമായിട്ട് ആ ടാക്സ് കുറച്ചതിന് ശേഷം കേരളത്തില് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിൽക്കുന്നതിനോടൊപ്പം വിലയിൽ പെട്രോളും ഡീസലും വിൽക്കാനായിട്ട് കേരള സർക്കാർ തയ്യാറാവുക. അതാണ് ആദ്യത്തെ കാര്യം. 10 വർഷം മുമ്പ് പറഞ്ഞതാണ് 50 രൂപയ്ക്ക്. ആ അന്നത്തെ മൂല്യം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 70 80 രൂപയുള്ളത് അന്നത്തെ 50 രൂപയ്ക്ക് തുല്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, മുരളീധരനെ സംബന്ധിച്ച് കഴിഞ്ഞ 1 വർഷക്കാലം എല്ലാവർക്കും അറിയാം. കേരളയിൽ മഞ്ഞക്കുറ്റികൾ വീട്ടിന്റെ ഉള്ളിൽ കയറി കിടപ്പുമുറിയിൽ വരെ സ്ഥാപിച്ച് കരഞ്ഞ് തളർന്ന് ആൾക്കാർ ബുദ്ധിമുട്ടിയ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ആകമാനമുള്ള കേരളയിൽ പദ്ധതി പ്രദേശങ്ങൾ മഞ്ഞക്കല്ല് കുറ്റികൾ അതെ അതാണ് മുരളീധരനെ കാണാനില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ 1 വർഷം മുമ്പ് മുരളീധരൻ ഈ കേരളത്തിനെതിരെ മഞ്ഞക്കല്ല് സ്ഥാപിച്ച ആ കുറ്റികൾ സ്ഥാപിച്ചെടുത്ത ആശ്വാസമായി എത്തിയ ഒരേ ഒരു നേതാവ് മുരളീധരനാണ്. അതേപോലെ ശിവഗിരി സർക്യൂട്ടടക്കമുള്ള വിവിധ പദ്ധതികൾ ചെമ്പഴന്തിയിൽ തുടങ്ങി ശിവഗിരി വർക്കലയിൽ സമാപിക്കുന്ന ശിവഗിരി സർക്യൂട്ടടക്കം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ മുരളീധരനാണ്. യാതൊരു സംശയവുമില്ല. കെ ശബരിനാഥൻ ഇപ്പോൾ നേരത്തെ അടൂർ പ്രകാശിനെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എവിടെയാണ് MLA എന്ന ചോദ്യം, അദ്ദേഹത്തിന് പഞ്ചായത്ത് പേര് MP എവിടെയാണ് എന്ന ചോദ്യം. ശരി, MP എവിടെയാണ് എന്ന ചോദ്യം, അദ്ദേഹത്തിന് പഞ്ചായത്തിന്റെ ഒക്കെ പേര് കൃത്യമായി അറിയാമോ എന്ന ചോദ്യം. ചേട്ടാ ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയേണ്ട ചേട്ടനെന്ന് പറയാം. ഇവിടെ ശ്രീ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ MP വളരെയധികം ജനകീയനായിട്ടുള്ള MP ആണെന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് മാത്രമല്ല ഈ പ്രാവശ്യത്തെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവിടെ വളരെ സീനിയർ ആയിട്ടുള്ള ജനകീയത എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഏകദേശം 64 ആളുകൾ മരണപ്പെട്ട മുതലപ്പുഴി വിഷയം ആദ്യമായി പാർലമെന്റിൽ ഉന്നയിച്ച MP ശ്രീ അടൂർ പ്രകാശ് ഈ നാട്ടിലെ ആദിവാസി മേഖലയടക്കം ഈ നിയോജകമണ്ഡലത്തിലെ വർക്കല എല്ലാ വിഷയങ്ങളിലും വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിലുള്ള 52 പഞ്ചായത്തുകളുടെയും 3 മുനിസിപ്പാലിറ്റികളുടെയും എത്ര 55 സാർ 52 ആണോ
ഞാൻ 52 പറഞ്ഞു, 52. അപ്പൊ ഞാൻ അനിയ 52 3 മുനിസിപ്പാലിറ്റി ചുമ്മാ തോക്കി കയറി വെടിവെക്കാണ്. ശരി 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 ഓക്കെ. 7 നിയോജകമണ്ഡലം, 3 മുനിസിപ്പാലിറ്റി, ഓക്കെ. 52 പഞ്ചായത്ത്. ശരി, ശരി. കഴിഞ്ഞ തവണ ജയിപ്പിച്ച ജനങ്ങൾ അതിലും നല്ല ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിപ്പിക്കും. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട. എല്ലാ പ്രോഗ്രാമുകൾക്കും ലോക്സഭ ഇവിടെ ചെയ്ത വികസനത്തിന്റെ ബേസിസിൽ എന്തായാലും ഒരു കാര്യം പറയാം. ഞാൻ പറയാം. എന്തായാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് നടുകൂടിയേണ്ട അവസ്ഥ ആറ്റിങ്ങൽ ലോക്സഭയിലെ ആൾക്കാർക്ക് ഇല്ല എന്നുള്ളത് ഇപ്പോഴേ പറയാണ്. അത്തരം വികസനം കൊണ്ടുവരത്തില്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്ന് നടുവൊടിഞ്ഞ് കടലിൽ പോകുന്ന വികസനം എന്തായാലും വരത്തില്ല. ഇവിടുന്ന് ഒരു ചോദ്യമുണ്ട്. ആരോടാ ചോദ്യം? നടുവൊടിയുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടുവൊടിഞ്ഞ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വികസനം കാണും. ശരി 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 ചോദ്യം ആരോടാണ്? ചോദ്യം ആരോടാണ്? ബാലമുരളിയോട് 2 ചോദ്യവും സാറിനോട് സമ്പത്ത് സാറിനോട് ഒരു ചോദ്യവും. ഈ ബാലമുരളി സാറിന് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ 75 വർഷം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ 10 വർഷം കൊണ്ടാണ് അങ്ങ് ഇന്ത്യ ഇതുപോലെ ആക്കിയെന്നുള്ള ഒരു ധ്വനി പുള്ളിയുടെ ഇതെന്ന് തോന്നുന്നു. മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 30 കോടി ജനങ്ങളും 2.4 ലക്ഷം കോടി രൂപയുമാണ് നമ്മുടെ കയ്യിൽ. അവിടുന്ന് ഇന്ന് ഈ കാണുന്ന 269 കോടി അല്ല പറഞ്ഞത് 269 കോടി രൂപയാക്കിയത് മോഡിയാണോ? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 1951 ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങി. ഇവിടെ ഹരിത വിപ്ലവം, ഇവിടെ ധവള വിപ്ലവം, ഇവിടെ ബാങ്ക് നാഷണലൈസേഷൻ, ഇവിടെ IT റവല്യൂഷൻ, ഇവിടെയുള്ള ഈ ഹിരാക്കൂട്ട് ഫക്രാനകൾ വൈദ്യുത പ്രൊജക്ടുകൾ, ഇവിടെയുള്ള ഭിലായ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകൾ, ഇതൊക്കെയാണ് അടിസ്ഥാനം. ഇല്ലാതെ 10 വർഷം കൊണ്ട് ഇവിടെ മോഡി ഒന്നും ചെയ്തിട്ടല്ല ഈ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കിയത് എന്ന്. അന്ന് മോഡി ജനിച്ചിട്ടില്ല, അന്ന് BJP ഒന്നും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടായിട്ടില്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ജനസംഘം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഇത് പറയുന്നത്. രണ്ടാമത് ഈ ചങ്ങാതി പറഞ്ഞു അന്ന് 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് 112 രൂപ, ഇപ്പൊ 3 രൂപ കുറച്ചിട്ടുണ്ട്. ഈ 112 രൂപയാക്കിയത് അന്നത്തെ 52 രൂപ ഇന്ന് 112 രൂപയ്ക്ക് തുല്യമെന്ന് അവർ തോൽവി സമ്മതിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിന്റെ വില, വിനിമയ മൂല്യം, $1 അന്ന് 54 രൂപയായിരുന്നത് ഇവിടെ ഇന്ന് $1 83.5 രൂപ. അന്ന് മോഡിജി ഈ മറ്റേ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് ചോദിച്ചു, ഭായിയും ബഹനവും അഭി 55 रुपया है ये किसका गलती? अതാണ് ചോദിക്കുന്നത്, किसका गलती? ഇന്ന് 83 രൂപയാണ്. 83 രൂപയാണ് ഡോളറിന്റെ വില. 83 രൂപ. അതുകൊണ്ടാണ് ഈ ചങ്ങാതി വിലക്കയറ്റം ഉണ്ടായതെന്ന് സമ്മതിക്കണം. 2 ഇവിടെ സമ്പസാറിനോട് ഈ 2 രൂപ ഈ മറ്റേ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന കണക്ക് ഇവരെല്ലാം കൂട്ടി അതിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് കിട്ടി. 2 രൂപ സെസ് കൊടുത്തതിന്റെ കാരണം പറഞ്ഞത് ഇവിടെ സാധാരണക്കാരന് ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്നാണ്. എന്നിട്ട് എത്ര രൂപ നിങ്ങൾ കളക്ട് ചെയ്തു, എത്ര രൂപ പെൻഷൻ കൊടുത്തു? 8 മാസമായത്. ഇപ്പൊ 2 മാസം കൊണ്ട് കൊടുത്തിട്ട് മസലാമ പറഞ്ഞിരിക്കുകയാണ്, ഇനി 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കാണും അവരെ. ശരി ശരി. അപ്പൊ ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ നമ്മൾ ഈ പെട്രോളിന്റെ കാര്യം പറഞ്ഞു, അത് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ മോദിയാണോ നിലവിലെ ഇന്ത്യ ഉണ്ടാക്കിയത്? ഈ 10 വർഷം കൊണ്ടാണോ ഇന്ത്യ ഉണ്ടായത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള മറുപടി അഴിമതിരഹിതമായ ഒരു ഭരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പൈസയുടെ അഴിമതി നടത്തിയ ആൾക്കാരെ ജയിലിൽ അടച്ചുകൊണ്ടുള്ള ഏറ്റവും ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയാം. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? ആ ഇലക്ട്രൽ ബോണ്ട് പറയട്ടെ MP-മാരെ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിയിട്ടുള്ളത് DMK ആണ്. ഇവരെ മുന്നണിയിലുള്ള ഇന്ത്യ ഈ മുന്നണിയിലുള്ള DMK. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. BJP ആനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ 21 കോടി അടക്കമുള്ള എമൗണ്ട് വാങ്ങിയിട്ടുള്ളൂ. സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. അതെ, ആനുപാതികമായി ഒരു MP-യുടെ ആനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ അതാണ്, അല്ലാതെ മൊത്തത്തിലുള്ള കണക്കല്ല. MP-ക്ക് ആനുപാതികമായി സംഭാവന വാങ്ങുകയാണെങ്കിൽ BJP വാങ്ങിയിട്ടുള്ളത് കുറവാണ്, BJP-ക്ക് കിട്ടിയിട്ടുള്ളത് കുറവാണ്. ഇലക്ട്രൽ ബോണ്ട് നിയമപരമായിട്ടുള്ള കാര്യമാണ്.
ബിജെപിക്ക് അത് കിട്ടിയിട്ടുള്ളത് അഴിമതിരഹിതമായ കുറവാണ്. ഇതാണ് പ്രശ്നം. അഴിമതിരഹിതമായ ഒരു ഭരണവും അഴിമതിരഹിതമായ തെരഞ്ഞെടുപ്പും അഴിമതിരഹിതമായ പദ്ധതികളും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ട് മോദിയാണോ കഴിഞ്ഞ ഇന്ത്യ 10 ഉണ്ടാക്കിയത്? വർഷക്കാലം അതിനുള്ള മറുപടി. വികസന വിപ്ലവം ഭാരതത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് മോഡി. അതിൽ യാതൊരു സംശയവുമില്ല. ലോകരാഷ്ട്രങ്ങളിൽ ലോക ഗുരുസ്ഥാനത്തേക്ക് ഭാരതത്തിനെ കൈപിടിച്ചുയർത്തുവാൻ മോദിക്ക് ശരി, കഴിഞ്ഞു. വിദേശ ശ്രീ രാജ്യങ്ങൾ സമ്പത്ത് ഉണ്ടാകുന്ന സാറിനോടുള്ള ഏത് ചോദ്യം. പ്രശ്നങ്ങളിലും ശ്രീ സമ്പത്ത്, നേതൃത്വപരമായ പങ്ക് നേരത്തെ വഹിക്കുവാൻ സെസ്സിന്റെ അതിന് കാര്യം മോദിക്ക് ചോദിച്ചല്ലോ. സാധിച്ചു. സെസ്സിന്റെ കാര്യം ചോദിച്ചല്ലോ. ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു. അതിനുള്ള മറുപടി എന്താണ്? ഞങ്ങള് 3 പേരിൽ വളരെ കുറച്ച് സമയം മാത്രം കിട്ടിയ ഒരാളാണ് ഞാൻ. അല്ലല്ല, താങ്കൾക്ക് കിട്ടും. താങ്കൾ അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ കേരളീയരാണല്ലോ. അതെ. ഈ വർക്കലയിൽ നിന്ന് ഒട്ടനവധി പ്രവാസികൾ പുറത്തുപോയി പണിയെടുക്കുകയും ഇന്ത്യ ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വളരെ വിലപ്പെട്ട വിദേശ നാണ്യം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇന്ത്യൻ രൂപയായിട്ടാണ്. മഹാത്മാഗാന്ധിയുടെ പടമുള്ളത് കൊണ്ട് അതിന് വലിയ വിലയുണ്ടെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ പ്രവാസികൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെയാണ് അവർ കുറ്റം പറയുക. പെട്രോളിന്റെ വില വർധനവിനെ പറ്റി ചോദിച്ചാൽ അവർ മറ്റുള്ളവരെയാണ് കുറ്റം പറയുക. ഞാൻ അതിലേക്ക് വരികയാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് നേരത്തെ തന്നെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന 20-ലധികം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റുകളുടെ തലയിലേക്ക് കൂടുതൽ ഭാരം കെട്ടിയേൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ പേര് മാറ്റി, നമുക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത അതിന് സംസ്കൃതീകരണം പോലെയെല്ലാം, ജസ്റ്റ് ലൈക്ക് എ സാൻസ്ക്രിറ്റൈസേഷൻ, ഹിന്ദി പദങ്ങളായി ഇതെല്ലാം മാറ്റി. ICDS ഉൾപ്പെടെ പലതിൻ്റെ കാര്യം. ഇന്ത്യയിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിത ആയുസ്സുള്ള സംസ്ഥാനം ഏത്? ആറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ഇതേ വർത്തമാനം നടന്നതാണ്. അദ്ദേഹത്തിന് അന്ന് മനസ്സിലായില്ല. അതാണ് ഇന്നിപ്പോൾ വീണ്ടും ചോദിച്ചത്. ഇന്ത്യയിൽ സ്ത്രീകളുടെ പ്രതീക്ഷിത ആയുസിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് ഈ കേരളത്തിലെ സ്ത്രീകളുടെ പ്രതീക്ഷിത ആയുസ്. പുരുഷന്മാരുടെ പ്രതീക്ഷിത ആയുസിനേക്കാൾ അഖിലേന്ത്യാ ശരാശരിയേക്കാൾ 10 വയസ്സ് കൂടുതലാണ് കേരളത്തിൽ. തീരുന്നില്ല. ഇവിടെ ശിശുമരണ നിരക്ക്, അതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വിറക് കഷ്ണം വേണോ അതല്ല വിഗ്രഹം വേണോ? ശരി, താങ്കളുടെ നേതാവ് പീതാംബര കുറുപ്പിന്റെ ചോദ്യമാണ്, വിറക് കഷ്ണം വേണോ അതല്ല വിഗ്രഹം വേണോ? അപ്പൊ ഞാൻ അതിലേക്കാണ് വരുന്നത്. ആ സെസ് 62 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനടക്കം ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അർഹമായ വിഹിതം ഇത് ഇപ്പോൾ മാത്രമല്ല പ്രളയത്തിൽ നിങ്ങളെല്ലാം എന്തുകൊണ്ട് മുങ്ങിച്ചത്തില്ല എന്നാണ് ഉത്തരേന്ത്യയിൽ നിന്ന് പാളത്താറെടുത്ത ഗോസായിമാര് ചോദിച്ചത്. ഈ വിദേശത്ത് നിന്നടക്കം കേരളത്തിന് സഹായം ലഭ്യമാകുന്ന അവസരത്തിൽ ചെയ്യരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞ താടിക്കാരനെയും കന്നടക്കാരനെയും മറന്നു പോകരുത് നിങ്ങളാരും. അവിടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് എല്ലാം വരട്ടെ എവിടെ? ഗുജറാത്തിലേക്ക്. ഇവിടെ കേരളത്തെ പഠിപ്പിക്കാൻ വരികയാണ്. ആരാ പഠിപ്പിക്കാൻ വരുന്നത്? ഒരു വിധത്തിലുള്ള മനുഷ്യന്റെ ഇടയിൽ അത്തരത്തിലുള്ള വർഗീയ സ്പർദ്ധ ഇല്ലാത്തൊരു നാട്ടിൽ നമ്മളെ പഠിപ്പിക്കാൻ വരികയാണ്. ഞാൻ എൻ്റെ തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ ഞങ്ങൾ LDF UDF തമ്മിൽ തർക്കമുണ്ട്. 1980 അത് രൂപീകരിച്ച കാലം മുതൽ LDF UDF തമ്മിൽ തർക്കമുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടുന്ന കോൺഗ്രസ് EDയെ കാണിച്ചാൽ പേടിക്കും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കാണിച്ചാൽ പേടിക്കും, CBIയെ കാണിച്ചാൽ പേടിക്കും, ഇന്റലിജൻസ് ബ്യൂറോയെ കാണിച്ചാൽ പേടിക്കും. 12 മുൻ മുഖ്യമന്ത്രിമാരടക്കം വിളിച്ചു പറഞ്ഞല്ലോ എന്തുകൊണ്ടാ പോയതെന്ന് എന്നുള്ളതിനെ പറ്റി. ആ പേടി ഞങ്ങൾക്കില്ല. പിരിച്ചു, അത് ഈ നാട്ടിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് തന്നെയാണ് അത് വിനിയോഗിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. കിഫ്ബി ഉണ്ട്. ഇവിടെ ഒരു കാര്യം അല്ല, മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ പ്ലീസ്. അല്ല, ഞങ്ങൾ തമ്മിലില്ലാത്ത തർക്കം നിങ്ങൾ തമ്മിൽ വേണോ? എനിക്ക് വളരെ വേഗം ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരികെ എത്തും. ഇവിടെ പ്രചാരണം എത്തരത്തിലേക്കാണ് നടക്കുന്നത്, എന്തെല്ലാം വിഷയങ്ങളുണ്ട് എന്നൊക്കെയുള്ളത് ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ തിരികെ എത്തും ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം.